എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ച് നന്നായി പരീക്ഷ എഴുതിയല്ലോ. നല്ല മാർക്ക് കിട്ടുമായിരിക്കും എല്ലാ കൂട്ടുകാർക്കും. മാർക്കറിയാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർക്ക് മാർക്ക് അല്പം കുറഞ്ഞു പോയാലും വിഷമിക്കേണ്ട. നമ്മൾ അടുത്ത യൂണിറ്റുകൾ നന്നായി പഠിച്ച് നല്ല സ്കോർ വാങ്ങും. അതിനായി ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇന്ന് നമ്മൾ ഇക്കായി തീൻ ആണ് പരിചയപ്പെടുന്നത്. എന്താ ഇക്കായി തീൻ്റെ പേര്? ഹം ഏക് ഹേ, നമ്മൾ ഒന്നാണ്. വിവിധതാവും സെ ഭരാ ഹുവ ദേശ് ഹേ ഭാരത്. ഭാരതം വൈവിധ്യങ്ങളുടെ ഒരു ദേശമാണ്. യഹാം കൈ രാജ്യ ഹേ, ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. കൈ സംസ്കൃതി ഹേ, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ഖൈ ഭാഷായം ഹേ, ഒരുപാട് ഭാഷകളുണ്ട്. ലേക്കിൻ ഹം ഏക് ഹേ, ഇങ്ങനെ വൈവിധ്യങ്ങളുടെയും നാടാണ് ഭാരതമെങ്കിലും നമ്മളെന്താണ്? നമ്മൾ ഒന്നാണ്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവിടെ 2 വരി കൊടുത്തിരിക്കുന്നത് കണ്ടോ? ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയുടെ, രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്തജിയുടെ 2 വരികൾ. ആഹാ വഹി ഉദാർ ഹേ പരോപകാർ ജോ കരേ, വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ മരേ. രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്തജിയുടെ വഹി മനുഷ്യ ഹേ ജോ മനുഷ്യ കെ ലിയേ മരേ എന്ന കവിതയിൽ നിന്നും എടുത്തിരിക്കുന്ന 2 വരികളാണ് അവിടെ തന്നിരിക്കുന്നത്. വഹി ഉദാർ ഹേ, ഉദാർ ജിസ്കാ अर्थ क्या है? विशाल हृदय वाला या ദാനശീലത പ്രകട करने वाला, ദാനശീലത ചാഹിനെ വാല, ദാനശീലത ആഗ്രഹിക്കുന്നവർ, വിശാല ഹൃദയമായിട്ടുള്ളവർ. അപ്പം ആ വരികളിലൂടെ എന്താണ് മൈഥിലി ശരൺ ഗുപ്തജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഉദാര് വ്യക്തി വഹ് ഹേ. ഉദാര് വ്യക്തി ആരാണെന്നാണ് പറയുന്നത്? ജോ ദൂസരും കി ഭലായി കരീം, മറ്റുള്ളവർക്ക് ഭലായി കരീം, നന്മ ചെയ്യുന്നവരാണ് ആര്? ഉദാര് വ്യക്തി. അങ്ങനെയുള്ള ആ ഉദാര് വ്യക്തികൾ ജോ വഹ് മനുഷ്യ ഹേ ജോ മനുഷ്യ കെ ലിയേ മരേ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വൈവിധ്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും യൂണിറ്റ്, ആ യൂണിറ്റ് ഹം ഏക് ഹേ എന്ന് പറയുന്ന യൂണിറ്റിലൂടെ നമ്മൾ 2 പാഠഭാഗങ്ങളാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തത് സ്വയം പ്രകാശ് എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ഒരു ലേഖനം. എന്താ ലേഖനത്തിൻ്റെ പേര്? ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്നതും. രണ്ടാമത്തെ എന്താണ്? ഗജാനന് മാധവ് മുക്തിബോധിൻ്റെ ഒരു കവിത. ആ കവിതയുടെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? ജന് ജനുക ചേഹര ഏക്ക് എന്ന് പറയുന്ന ഈ 2 പാഠഭാഗവുമാണ് നമ്മൾ ഇക്കായി തീനിലൂടെ പരിചയപ്പെടുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഓരോ പാഠഭാഗങ്ങളും വിശദീകരിച്ച് സ്പഷ്ടമായിട്ട് നമ്മൾ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. അതുവരെയും ഏവർക്കും നമസ്കാരം.